ഇപ്പം നമ്മളിപ്പോൾ സർവീസിൽ കയറിയിട്ട് തൊട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് സർവീസ് വരുന്ന ആളുകൾ അവർ ടെസ്റ്റെല്ലാം പാസ്സായി പ്രൊമോഷൻ കിട്ടി പോകുമ്പോൾ നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്, അവിടെ അപകാശിരാകുകയാണ്. ഗ്രേഡ് ഇതുപോലെയുള്ള ഒന്നും കൊടുക്കാതെ വെറും ശമ്പളം മാത്രം കൊടുത്ത് ഇങ്ങനെ നിലനിർത്തി പോവുക, അതും നാമത പല കാര്യങ്ങളും നമ്മളെ മാറ്റി നിർത്തുകയാണ് ഈ സൂപ്പർ ന്യൂമറിൽ കയറിയേക്കണം. അപ്പോൾ അത് ഒരു വിവേചനമാണ്. ഈ സംഘടനയിൽ അംഗങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് പറഞ്ഞാൽ തീരില്ല. നമ്മുടെ നിയമനത്തിൽ 40% ആണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും 40% ആധികാരികമായിട്ട് എടുക്കണം. ജീവാനന്ദെന്നും പറഞ്ഞൊരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ എതിർക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. സർക്കാരിൻ്റെ P&ARD നിന്ന് വ്യക്തമായൊരു ഉത്തരവ് ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമസ്കാരം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഭിന്നശേഷിക്കാരും പെട്ട അവസ്ഥയാണ്. അവരുടെ ജീവിതം ദുരിതത്തിലായിരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഭിന്നശേഷിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർ. നിങ്ങൾ ഈ ഭിന്നശേഷിക്കാരെ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത്? നമ്മുടെ സൂപ്പർ ന്യൂമറി തസ്തിക ഏകീകരണം, അതുപോലെ സൂപ്പർ ന്യൂമറി തസ്തിക ഏകീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് 2013 മെയ് 18 പുറപ്പെടുവിച്ചൊരു ഉത്തരവുണ്ട്. 2677 ഭിന്നശേഷിക്കാർക്ക് സൂപ്പർ ന്യൂമറി തസ്തികയിൽ നിയമനം കൊടുത്തു. ആ തസ്തിക ഇന്നും ഏകീകരിച്ചിട്ടില്ല, 11 വർഷം പിന്നിട്ടു. അതുകൊണ്ട് ഭിന്നശേഷിക്കാരുടെ ജീവനക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഭിന്നശേഷി ജീവനക്കാരുടെ പ്രശ്നം, അവർക്ക് ഗ്രേഡിന് അർഹതയില്ല, അതുപോലെ തന്നെ പ്രൊമോഷൻ അർഹതയില്ല, അതുപോലെ ജില്ല മാറാനുള്ള വ്യവസ്ഥയില്ല, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് മാറാനുള്ള വ്യവസ്ഥയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവർ എഴുതി ചേർത്തിരിക്കുന്നത് ആശ്രയ നിയമനം വരെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ സർവീസിൽ 2 തരം സർവീസ് നിലനിൽക്കുകയാണ്. ഈ സൂപ്പർ ന്യൂമറി തസ്തിക നിലനിൽക്കുന്ന ആളുകൾ വെറും താൽക്കാലികക്കാർക്ക് സമമായിട്ട് വാർഷിക ഇൻക്രിമെൻറ്റ് മാത്രം കൈപ്പറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള നമ്മുടെ ഭിന്നശേഷി ജീവനക്കാരുടെ മാനസികാവസ്ഥ വളരെ ഇങ്ങനെ നിയമനം കിട്ടിയ ആൾക്കാർ ഇപ്പം നമ്മളിപ്പോൾ സർവീസിൽ കയറിയിട്ട് തൊട്ട് ഒരു 5 വർഷം കഴിഞ്ഞ് സർവീസ് വരുന്ന ആളുകൾ അവർ ടെസ്റ്റെല്ലാം പാസ്സായി പ്രൊമോഷൻ കിട്ടി പോകുമ്പോൾ നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ്, അവിടെ അപകാശിരാകുകയാണ്. ആ ഇരിക്കുന്ന കസേര തന്നെ ഇരുന്നു കൊണ്ട് അപകാശിരാകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത്, ഇത് മുൻകാലങ്ങളിൽ, അതായത് ഈ 2013 ഉത്തരവിന് മുമ്പുള്ള ഇതുപോലെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ആൾക്കാരെ സ്ഥിരപ്പെടുത്താറുണ്ട്. ആ കാലങ്ങളിലൊക്കെ സർവീസിൽ കയറി 1-2 വർഷം കൊണ്ട് അത് റെഗുലറൈസ് ചെയ്ത് സർക്കാർ ഉത്തരവ് ഇറക്കാറാണ് പതിവ്. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായില്ല. അതൊരു സ്പെഷ്യൽ പാക്കേജായിട്ട് നിലനിർത്തിക്കൊണ്ട് ഈ ഇൻക്രിമെൻ്റ് ഒഴിച്ച് ബാക്കി ഒരു ആനുകൂല്യത്തിനും ഒരു അർഹരല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പല കാര്യങ്ങളും നമ്മളെ മാറ്റി നിർത്തുകയാണ് ഈ സൂപ്പർ ന്യൂമറിൽ കയറിയേക്കണം. അപ്പോൾ അത് ഒരു വിവേചനമാണ്. അപ്പോൾ അത് ഭിന്നശേഷി ജീവനക്കാരോട് കാണിക്കുന്നൊരു വിവേചനമാണ്. 2016 RPD ആക്ടിലൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് വിവേചനം പാടില്ലെന്ന്. പക്ഷേ നമ്മുടെ സർക്കാർ ഈ സെക്രട്ടേറിയറ്റിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം വളച്ചൊടിച്ചിട്ട് ഞങ്ങൾക്ക് പ്രവേശനം പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നില്ല. അതൊന്ന്. അതുപോലെ രണ്ടാമത്തെ വിഷയമാണ് നമ്മുടെ പ്രൊമോഷൻ സംവരണം കൊടുക്കണമെങ്കിൽ 2013 അന്നത്തെ നമ്മുടെ പഴയ കേരള ഗവർണറായിരുന്ന അന്നത്തെ ചീഫ് ജസ്റ്റിസ് സദാശിവൻ സാറിൻ്റെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് നടപ്പിലാക്കിയതിന് അടിസ്ഥാനത്തിൽ 2014 കോടതി അലക്ഷ്യ ഹർജി വന്നു. ഈ ഹർജിയിലൊക്കെ സർക്കാർ ബോധിപ്പിച്ചത് ഉടനെ തന്നെ കൊടുത്തോളാം എന്നാണ്. ഇതുവരെയും ഒരു ഉത്തരവ് ഇറക്കിയതല്ലാണ്ട് ഒരു കാരണവശാലും പ്രൊമോഷൻ സംവരണം നടപ്പിലാക്കിക്കൊണ്ട് ഉത്തരവായി. എന്നിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന നടപ്പിലാക്കാൻ നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ റൂള് ഭേദഗതി ചെയ്യണമെന്നാണ്. അത് ഉടനെ തീരുന്നൊരു പ്രക്രിയയല്ല സ്പെഷ്യൽ റൂൾ ഭേദഗതി. അപ്പോൾ അതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി ഭിന്നശേഷിക്കാർ റിട്ടയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആനുകൂല്യം കിട്ടാതെ ഇവർ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തസ്തികയിലേക്ക് സകലാംഗർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കണം. ഞങ്ങളുടെ നിയമനം, അതായത് സർക്കാരിൻ്റെ P&ARD നിന്ന് വ്യക്തമായൊരു ഉത്തരവ് ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതും കോടതി കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കുറച്ച് 2000-2500 പേരേ ഉള്ളൂ നമ്മുടെ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ നിലനിൽക്കുന്ന ഭിന്നശേഷി ജീവനക്കാർ. അവരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നുള്ള ആവശ്യം നമ്മൾ വർഷങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫയലല്ല, ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് അത് ഫയലായതാണ്. യുവജന സംഘടനകളിലെ ചില എതിർപ്പ് മാത്രം മൂലം അത് മാറ്റിവെച്ചതാണ്. അതിപ്പോഴും സർക്കാരിൻ്റെ സജീവ പരിഗണന, അത് നടപ്പിലാക്കണം, അതൊരു ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ 2017 വരെയും ഭിന്നശേഷിക്കാർക്ക് ജീവനക്കാർക്ക് ഒരു വ്യക്തമായ പൊതു സ്ഥലം മാറ്റത്തിലൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. നമുക്ക് ഭിന്നശേഷിക്കാരുടെ നിയമനത്തിൽ 40% അർഹതയെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും 40% ബെഞ്ച് മാർക്കാണ് തീർച്ചയായിട്ടുള്ളത്. ഈ 2017 ഈ സർക്കാർ ഒരു വിവേചനപരമായ ഉത്തരവിറക്കി 60% അതിന് മുകളിലോ വൈകല്യം ഉണ്ടെങ്കിൽ മാത്രം ഈ പരീക്ഷ കൊടുത്താൽ മതി. അതും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. നമ്മുടെ നിയമനത്തിൽ 40% ആണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും 40% ആധികാരികമായിട്ട് എടുക്കണം. അപ്പോൾ അതൊരാവശ്യം. പിന്നെ നമ്മുടെ മറ്റ് സർവീസ് സംഘടനകൾക്ക് തുല്യമായ വിഷയങ്ങൾ, ലീവ് സറണ്ടർ ഇപ്പം 3 വർഷമായിട്ട് ലീവ് സറണ്ടർ അനുവദിക്കുന്നില്ല. ക്ലാസ് 4 ജീവനക്കാർക്ക് ഒഴിച്ച് ആർക്കും ലീവ് സറണ്ടർ കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മറ്റേ PF ലയിപ്പിച്ചിട്ട് 5 വർഷം കഴിഞ്ഞ് എടുക്കാമെന്ന് പറയുക. ഈ 5 വർഷമാകുമ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സർക്കാരിൻ്റെ സാമ്പത്തികമായതുകൊണ്ട്. സർക്കാരല്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് ദൂർത്ത് ആർപ്പാടം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാർക്കെങ്കിലും ലീവ് സറണ്ടർ പിൻവലിക്കാനുള്ള അനുവാദം കൊടുക്കണം. അതുപോലെ തന്നെ DA കുടിശ്ശിക ഇതുപോലെ തന്നെ ഇപ്പോൾ 21% DA കുടിശ്ശിക പെൻഡിങ്ങാണ്. നമുക്ക് DA കുടിശ്ശിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലാകാലങ്ങളുണ്ടാകുന്ന വിലക്കയറ്റത്തെ പിടിച്ചെടുത്താൻ വേണ്ടിയാണ് DA അല്ല നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് അനുവദിച്ചാണ്. ഇത് എപ്പോഴെങ്കിലും തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എങ്ങനെ ജീവിക്കും? അത് നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ സർക്കാർ ജീവാനന്ദം എന്നും പറഞ്ഞൊരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നു. അത് വളരെ എതിർക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ ജീവനക്കാർക്ക് ശമ്പളം ഇല്ല. അതിൽ നിന്നൊരു നിശ്ചിത ശതമാനം പിടിച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലോൺ അടക്കുന്ന കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. അതായത് ഇത് ഇടത് സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷമാണോ ഇത്തരത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. അതായത് നമ്മളോട് പറയും ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുകയും എന്നാൽ കാര്യങ്ങളോട്ട് എടുക്കുമ്പോൾ ഭിന്നശേഷി സൗഹൃദമല്ല ഒരു കാര്യങ്ങളിലും. ഭിന്നശേഷി സൗഹൃദമെന്ന് കടലാസിൽ ഉത്തരവുകളിലൂടെയൊക്കെ ഘോരം പ്രഘോഷിക്കും. ഇപ്പം നമ്മുടെ ഈ നവകേരള സദസ്സിന് മുമ്പ് ഒരു പരിപാടി നടന്നു. ഇതിലൊക്കെ യഥാർത്ഥ ഭിന്നശേഷിക്കാരെ അല്ല അവിടെ അവതരിപ്പിക്കുന്നത്. ഹൈടെക് വലിയ രീതിയിലുള്ള കുറേ മലയാളം പോലും അറിയാൻ മേലാത്ത കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്കിവിടെ അനുവദിച്ചു കൊടുക്കണ ഒരു ഇതല്ല, സാഹചര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇതൊക്കെ ഒരു മാറ്റങ്ങൾ വരുള്ളൂ. ഇപ്പോഴും സർക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇത് ആരും അറിയണില്ല, ഞങ്ങളെപ്പോലുള്ള ആളുകളെല്ലാം ഇത് സഹിച്ച് മുന്നോട്ട് പോവുകയാണെന്ന്. പക്ഷെ അത് തിരുത്തപ്പെടേണ്ട സമയം കഴിഞ്ഞു. മന്ത്രിതല ചർച്ച എന്തെങ്കിലും നടന്നിരുന്നോ? യാതൊരു ചർച്ചയും നേരത്തെ നടന്നു. നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോൾ യാതൊരു ചർച്ചയുമില്ല. അതായത് സത്യത്തിൽ ഇത്തരം ജീവനക്കാരെ മാറി, അതായത് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടും സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ പോലും ഇതിലേക്ക് സർക്കാർ തിരിക്കുന്നില്ല. അതിന് ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളിലും ഞങ്ങളുടെ സംഘടന ഉണ്ട്. ഈ സംഘടനയിൽ അംഗങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് പറഞ്ഞാൽ തീരില്ല. കേവലം ഇപ്പം ബിസാർ പറഞ്ഞ 2600 ചില്ലറ പേരാണ് സൂപ്പർ ന്യൂമറി കയറിയത്. അതിൽ ഇനി ഉള്ളത് കൂടിയത് ഒരു 900 പേരുണ്ടായിരിക്കും. 900-1000 പേര് താഴെയുണ്ടാവും. അവർക്കെങ്കിലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാരിനോട് കൊടുക്കാൻ. എന്നാൽ സർക്കാരിന് അതിനപ്പുറമുള്ള ദൂർത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടത്താനും സർക്കാരിന് പണ്ടുണ്ട്. ഇത്തരം ജീവനക്കാരെ പീഡിപ്പിക്കാനും അവരെ വിഷമത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവണതയായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം മുഖ്യമന്ത്രിക്കും മറ്റുള്ള മന്ത്രിമാർക്കും MLA-മാർക്കും വരെ ഞങ്ങൾ നേരിട്ട് അടിക്കടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അതിൻ്റെ ഫലം കണ്ടില്ല. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതുവരെ അതിൻ്റെ ഫലം കണ്ടിട്ടില്ല. അത് എത്രയും വേഗം നമുക്ക് നടപ്പിലാക്കി തരണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും എന്താണെന്ന് പറയാനുള്ളത്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2600 ചില്ലാന ആളുകളെ ഒരു പ്രത്യേക ഓർഡറിലൂടെ സർവീസ് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരെ. അവർക്ക് കേവലം നാമമാത്രമായ ശമ്പളം അല്ലാതെ സാധാരണ ജീവനക്കാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളും കൊടുക്കുന്ന 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രേഡ് കിട്ടും. ഗ്രേഡ് ഇതുപോലെയുള്ള ഒന്നും കൊടുക്കാതെ വെറും ശമ്പളം മാത്രം കൊടുത്തിങ്ങനെ നിലനിർത്തി പോവുക. അതും അതിന് കാലാകാലങ്ങളിൽ കിട്ടുന്നതായ DA കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ സൂപ്പർ ന്യൂമറി തസ്തികയിൽ നിയമിച്ച ആളുകളെ സാധാരണ സ്റ്റാറ്റ്യൂട്ടറിയിലുള്ള ജീവനക്കാരെ പോലെ തന്നെ പരിഗണിച്ച് എല്ലാ ആനുകൂല്യങ്ങളും തരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്.